ഈ നമ്മുടെ ഫ്ലൈറ്റ് പോയിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ട് ഇവിടെ അടുത്താണ്. അപ്പോൾ ഞാൻ ഇറങ്ങാൻ നിൽക്കണം വീട്ടിൽ നിന്ന്. ഓക്കെ കേസ്, ഇതാണ് ഇവിടുത്തെ കുളം കേട്ടോ. എന്നാൽ രാവിലെ മുതൽ നല്ല മഴയായിരുന്നു. ഇപ്പം സമയം ദേവൻ്റെ ബരൂൺ അവിടെ കിടക്കട്ടെ. നല്ല മഴ ആയിരുന്നിട്ട് രാവിലെ മുതൽ. ഞാൻ കുറച്ച് ലേറ്റായി, കുറച്ചും കൂടെ ഉറങ്ങി, കാരണം കാലിനൊക്കെ നല്ല വേദന. ജാക്കേ ഇന്ന് ആലപ്പുഴ പിടിക്കണമെന്നാണ് ആഗ്രഹം. ഇപ്പം സമയം 9:15 എന്തായാലും ഞാനെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് സ്റ്റേ എവിടെയാണെന്നൊരു പിടുത്തില്ല. നോക്കാം നമുക്കല്ല. ചേട്ടാ, നമ്മളിവിടെ ഓട്ടോ ഡ്രൈവർ ഒരാള് സൈക്കിൾ ഓടിച്ചേ, ഒരു ചേട്ടൻ സൈക്കിൾ ഓടിച്ചോക്കണ പോലും അങ്ങനെ ഓടിച്ചു നോക്കില്ല. അത് നിക്കത്തില്ലാണ്, സ്റ്റാൻഡ് നിൽക്കുന്നില്ല, അതാണ്. ആ പണിയാണ്ട് ഗേസ്, ഞാൻ വരാപ്പുഴ പാലത്തിലാണ് കേട്ടോ. ഇനി എടപ്പള്ളിക്ക് ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അയ്യോ, ഈ കയറ്റം നമ്മൾ ചവിട്ടി കയറ്റിട്ടാ. ഇവിടെ ഒരു ചെറിയൊരു കയറ്റം ഉണ്ടായിരുന്നു, നമ്മൾ പെട്ടെന്ന് പിടിക്കട്ടെ. ഇന്ന് നമ്മൾ ലേറ്റ് ആവാണ്ട് കിലോമീറ്ററിൽ ഒരു 90 കിലോമീറ്റർ പോകാനുണ്ട് ആലപ്പുഴയ്ക്ക്. അപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയാലും നടക്കില്ല. ഞാൻ അങ്ങനെ വരുമ്പോൾ ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് ഓട്ടോക്കാരി നിർത്തി കേട്ടോ. അപ്പോൾ ഞാൻ വഴിയൊക്കെ ചോദിച്ചു, എന്നിട്ട് മിണ്ടി കുറച്ചു തരാം. അപ്പോൾ അതിലൊരു ചേട്ടൻ എൻ്റെ സൈക്കിളിൽ ഓടിച്ചൊക്കെ വേണ്ടി എടുത്ത്. ആൾക്ക് പറ്റുന്നില്ല, ഇപ്പോൾ വണ്ടി ഇപ്പൊ കുത്തിയ ആള്. അതിങ്ങനെ ലഗേജ് ഉള്ളതുകൊണ്ട് ബാലൻസ് കിട്ടാൻ കുറച്ച് പാടാണ്. അതായത് ബാലൻസ് കിട്ടുന്നില്ല കുറച്ച്. ഞാനിപ്പോ ഓടിച്ച് സെറ്റ് ചെയ്താ. അപ്പൊ ആദ്യമായിട്ട് ഓടിക്കുമ്പോ അത് കുറച്ച് പ്രശ്നം ഉണ്ടാവും. ബാക്കിൽ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ തന്നെ ഞാൻ വന്നു കേട്ടോ. ഇനിയിപ്പോ അവിടെ ലേറ്റ് ആക്കണ വെച്ച് നോക്കുമ്പോ അവിടെ പോലീസ് നിൽക്കുന്നുണ്ട്, ഭയങ്കര ട്രാഫിക് ആണ്. അപ്പൊ ഞാൻ വന്നേട്ടാ. ഞാൻ പാർട്ടിയാണ്. അപ്പൊ ഓക്കെ, അടുത്ത സ്ഥലത്തൊക്കെ കാണാം. ചൂടില്ല, നമ്മള് സൺസ്ക്രീൻ തേച്ചിട്ടില്ല. ഞാൻ മഴ വരുമെന്ന് നോക്കാം. ഇനി ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അല്ലെങ്കിൽ പണ്ടം തേക്കണം, അല്ലെങ്കിൽ ഉള്ളതും കൂടെ പോകും. എടപ്പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കട്ടെ. എടപ്പള്ളി എത്താനായി. ഇത് നമ്മള് ലുലുവിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. അതായത് എടപ്പള്ളി എത്തിയിട്ടുണ്ട്. ലുലു ഇതാണ്. ട്രെയിനിലും ബസ്സിലും ബൈക്കിലും കാറിലും ഒക്കെ നമ്മൾ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടാ. അങ്ങോട്ട് പോയി കയറിയുന്നു, സമയമില്ല. അതുകൊണ്ട് നമ്മൾ പോവാട്ടെ ലുലു. അതാണ് ഫ്രണ്ട്. അത് കൂടെ പോകണം കേട്ടാ. ഇത് ബാക്ക് തരാണ്. ഇത് മെട്രോ സ്റ്റേഷൻ. നമുക്ക് നേരെ പോകണം കേട്ടോ. അതായത് നമുക്ക് ആലപ്പുഴ നേരെയാണ്. അപ്പൊ നമ്മൾ വേഗം പോവാം. ഒന്നാമത് ലേറ്റ് ആണ്. ഇതിപ്പോ വിടുമ്പോ നമുക്ക് പോവാട്ടാ. കുറച്ച് നേരമായി ഞാൻ ഇവിടെ നിൽക്കണു. ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ചേട്ടൻ്റെ കൂട്ടുകാരി. അപ്പൊ ചേച്ചിനെ മെസ്സേജ് അയക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോ ഇപ്പഴാ മെസ്സേജ് അയച്ചത്. അപ്പൊ ചേച്ചി നോക്കണ്ട, ചിലപ്പോ തിരക്കിലായിരിക്കും. അപ്പൊ നമ്മള് നിക്കണ്ട, കാരണം ഒന്നാമത് നമ്മള് ലേറ്റ് ആയി. അപ്പൊ നമ്മള് പോവാൻ പോട്ടാ. നല്ല തിരക്കായിട്ട് ഇവിടെ എപ്പോഴും നല്ല തിരക്കാണ്, എപ്പോഴും നല്ല ട്രാഫിക്കാണ്. ഇപ്പൊ 3ാമത്തെ ഇതാണ് കിട്ടണത് സിഗ്നല്. സഞ്ജു സംസർ. ഓക്കെ, നമുക്ക് ലൈം അടിക്കണം. അവിടെ പോയിട്ട് അടിക്കാം ലൈം, കുറച്ച് അപ്പുറത്തെ. ഞാൻ വൈറ്റിലെത്തി. ഈ ബ്രിഡ്ജിൽ നിന്ന് ഉന്തിക്കൊണ്ട് പോവാണ് സൈക്കിള്. അയ്യോ, നല്ല ക്ഷീണായിട്ടാ. എവിടെയെങ്കിലും ഒരു ലൈം അടിക്കണം. ഞാൻ ഇതുവരെ നിർത്തിയിട്ടില്ല. വൈറ്റിലായിട്ടെ. ഇതാ മെട്രോ. ഇപ്പൊ ഒരു മെട്രോ പോകുള്ളൂ, പക്ഷെ എന്റെ ഫോൺ പോക്കല്ലായിരുന്നു. നല്ല രസമുണ്ട്. മെട്രോ എന്തായാലും ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോ പോകുന്നുണ്ട്. അടിപൊളി. അയ്യോ, കൊള്ളാം ഗൈസ്. റോഡ് നല്ലതാട്ടെ. ഇവിടുന്നല്ല, ഇവിടം വരെ നല്ലതാണ്. ഇനി അങ്ങോട്ടുള്ള ആലപ്പുഴ റോഡ് കുറച്ച് മോശമാണ് പറഞ്ഞു. പക്ഷെ കയറ്റമൊന്നും ഇല്ല. നോക്കാം നമുക്ക്. കയറ്റമാണ് സീൻ. റോഡ് മോശമാണ്, നമുക്ക് എങ്ങനെ ഇടിയില്ലേ. അത് എത്രത്തോളം മോശമാണെന്ന് എനിക്ക് അറിയില്ല. നമുക്ക് നോക്കാം. കാണുന്നതാണ് ഫോറം മാൾ ട്ടാ. ഞാൻ ഇവിടെ ഇതുവരെ വന്നിട്ടില്ല. എല്ലാം ഉണ്ട് ഇവിടെ. ലുലു പോലെ തന്നെയാ, പക്ഷെ ലുലുയുടെ അത്രയും തിരക്കില്ല തോന്നുന്നുണ്ട്. അത്രയും വലിപ്പമില്ല. അയ്യോ ഉള്ളൊഴുക്കി. ഇത് കിടിലം പടാന്ന് പറഞ്ഞായിരുന്നു. ഇത് പോയിട്ട് കാണണം കേട്ടാ. ഞാൻ കുറെ ദിവസമായിരുന്നു സിനിമ കണ്ടിട്ട്. അയ്യോ, ഇത് പോർഷയുടെ ഇത്. ഓ, ഗാരേജ്. അയ്യോ,
പക്ഷെ അവിടെ കിടക്കണതെല്ലാം വേറെ ഏട്ടാ. അതിന്റെ അകത്ത് കിടപ്പുണ്ട് കുറച്ച്. വാർ നമ്മളും തൂക്കും ഒരു ദിവസം. പോർച്ചും എടുക്കും, ആർച്ചും എടുക്കും. ഗേസ് ഇതാണ് കൊച്ചിയിലെ ക്രൗൺ പ്ലാസ, അതായത് 5 സ്റ്റാർ ഹോട്ടലാണിത്. അയ്യോ എന്ത് രസമാണ് കാണാൻ. ഞാൻ ഇവിടെ അന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെയാണോ അപ്പുറത്താണോ ഈ ഹോട്ടലാണോ? ഞാൻ ഒരു പ്രാവശ്യം വന്നായിരുന്നിട്ടാ, പണ്ട് ഒരു 3 വർഷം മുന്നേ ഒരു ഡയറക്ടറുടെ കൂടെ. ഒരു മറ്റേ നമ്മളെ ആളെ കാണാൻ, അതായത് ചങ്ങാനം പേര് മറന്നുപോയല്ല. ഞാൻ പറയാട്ടോ, ഒരു ആർട്ടിസ്റ്റ് ആണ്, നിങ്ങൾക്കെല്ലാം അറിയാം. അങ്ങനെ കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം രാത്രി. എന്നിട്ട് പെട്ടെന്ന് ഇറങ്ങി കയറിയിട്ട്. ഇവിടെ സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന കൂടുതൽ വിട്ടെ. കാർത്തിക് സൂര്യൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്, ആളുടെ വീടുകളൊക്കെ ഇവിടെ വരാറുണ്ട്. ഇതേത് ഹോട്ടലാന്ന് എനിക്കറിയില്ല. ഇത് 5 സ്റ്റാർ ആണ്. മെറിഡിൻ, അത് മെറിഡിൻ അത് കേട്ടിട്ടുണ്ടല്ലോ. കിടു ഹോട്ടല്. ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചോ, ഞാനൊരു ദിവസം അവിടെ റൂം എടുക്കും, ക്രൗൺ പ്ലാസ ഇവിടെ റൂം എടുക്കും, ഉറപ്പായിട്ടും കേസ്. അത് ഇവിടെ തന്നെ കിടക്കട്ടെ. ഇത് നോട്ട് ചെയ്ത് വെച്ചോ കേസ്, നമ്മൾ തൂക്കിയിരിക്കും. ഒരു 3 വർഷം, ഒരു 4 വർഷത്തിനുള്ളിൽ ഞാനൊരു ഇവിടെ റൂം എടുക്കും, ഒരു സാപ്പടയും മെറിഡിനിലെടുക്കും, പിന്നെ ക്രൗൺ പ്ലാസിലെടുക്കും. ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ഇത് കട്ട് ചെയ്യണം. ഇതെന്തായാലും ഈ വീഡിയോയിലുണ്ടാവും. ഗേസ് ക്രൗൺ പ്ലാസ കഴിഞ്ഞ കിട്ടുന്നൊരു സാധനമാണ് ഇതിന്റെ. ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് ഒരു ഭാര്യയും ഭർത്താവും ഒരു ബിസിനസ്സുകാരാ, അവരെന്തോ കെട്ടിയതാണ് ഈ സാധനം. എന്നിട്ട് ഇത് ഗവൺമെന്റ് പൂട്ടിച്ചു. അതായത് ഇതിന് എന്തോ ചെരിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് പൂട്ടിച്ചാണെന്നാണ് ഞാൻ പണ്ടെന്തോ ഇവിടെ റീൽസിലോ വീഡിയോസിലോ എന്തോ യൂട്യൂബിലെന്തോ കണ്ടത്. അത് തന്നെയാണെന്ന് തോന്നുന്നുണ്ടാ. കെട്ടിയിട്ട് അവസാനം ഒന്നും പറ്റാണ്ടായി, അവരുടെ എല്ലാം പൊളിഞ്ഞു, കുറെ ഫണ്ട് ഇട്ടിട്ട് ചെയ്തതാണിത്. പിന്നീട് അങ്ങനെ എന്തൊക്കെയാണ്, അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടാ. നല്ല രസമായിരുന്നു ഇത്. കെട്ടി വന്നിരുന്ന അടിപൊളിയാണ് കേട്ടാ. ശേ പാവം. ക്യാഷ് ആയിട്ട് വേണം അവർക്ക് കുറച്ച് ക്യാഷ് കൊടുക്കാൻ. പോകുന്ന വഴിക്ക് ഒന്ന് സൈഡ് ആക്കിട്ടാ. നെട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു പള്ളി കണ്ടു. അയ്യോ എന്ത് രസമാണ് കാണാൻ. അതുകൊണ്ട് സൈഡ് ആക്കിട്ടാ. താജ്മഹലൊക്കെ പോലെ ഭയങ്കര രസം കേട്ടോ കാണാൻ. ആ വൈറ്റ് കളറും അടിപൊളിയാണ്. ദൂരത്തുനിന്ന് കാണുമ്പോൾ അടിപൊളിയായിരുന്നു. അങ്ങ് ദൂരത്ത് വരുമ്പോൾ അടിപൊളിയായിരുന്നു. കൊള്ളാം കൊള്ളാം. ഞാൻ സൺസ്ക്രീൻ തേച്ചിട്ടുണ്ട് കേട്ടാ. ഞാൻ ഇവിടെ കുറച്ച് ചെറിയ സൈഡ് ആക്കിയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ഇവിടെ. ഇവിടെ പിറകിലൊരു ചെറിയൊരു ടീ ഷോപ്പ് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഞാനൊരു ചിക്കൻ റോളും ഒരു ലൈമും കുടിച്ചു. ഉപ്പും പഞ്ചസാര ഇട്ടിട്ടാ ക്ഷീണം മാറാൻ. എനിക്കത് ഇഷ്ടമല്ല, പക്ഷെ സാഹചര്യം എന്നെ കൊണ്ട് കുടിപ്പിച്ചിട്ട് അങ്ങനെ ഞാൻ ഇന്നും വരട്ടി. പിന്നെ മൊബൈലിൽ വീട്ടിൽ അച്ഛനെയും വിളിച്ചു. ഇനി ഞാൻ പോണേ. ഇനിയിപ്പോ കുറെ പോവാണ്ട്. പോവാൻ നമുക്ക്. നമ്മള് അരൂര് കഴിഞ്ഞടാ. ഇത് അരുകുറ്റി പാലം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അരുകുറ്റി പാലം. ഇവിടുത്തെ ചെയിൻ ലൂസായി 2-3 പ്രാവശ്യം അഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇച്ചിരി ടൈറ്റ് ചെയ്യണം, അല്ലാണ്ട് ഓടിക്കാൻ പറ്റില്ല. ഇടക്കിടക്ക് ലൂസാണ്. അപ്പൊ ഇനി ചെയിൻ ടൈറ്റ് ആക്കിയിട്ട് പോവാ, വേറെ വഴിയില്ല. അയ്യോ കുമ്പളം എന്നുള്ള സ്ഥലത്ത് നിന്ന് ചായ കുടിച്ചിട്ട് ഞാൻ ഇപ്പോഴാണ് ഫോൺ എടുക്കുന്നത് കേട്ടോ. അതായത് 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഫോൺ എടുക്കുന്നത്. 2.25 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോ ഇതൊരു തട്ടുകട കേട്ടോ. ഇവിടെ ഇങ്ങനെ മഴ ഇതുവരെ വന്നിട്ടില്ല. ചേട്ടൻ വന്നാ പറയണം. ഞാൻ ഇവിടെ ഒതുക്കിയിട്ടുണ്ട്, കാരണം മൊത്തം ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ നമുക്ക് എവിടെയും വെക്കാൻ സ്ഥലമില്ല. അവിടെ ഒരു പമ്പുണ്ട് കേട്ടോ, പക്ഷെ അത് പമ്പുണ്ട് കേട്ടോ അത്. പക്ഷെ അത് ഞാൻ കണ്ടില്ല, അല്ലെങ്കിൽ അപ്പുറത്ത് പോവായിരുന്നു കേട്ടാ. അത് അവിടെ തുടങ്ങിയിട്ടില്ല പമ്പ്. കൊള്ളായിരുന്നിട്ട് അവിടെ ഇരിക്കായിരുന്നു. നേരത്തെ ഞാൻ ഭക്ഷണം കഴിച്ചത്, അതായത് മറ്റേ ചായ ലൈം കുടിച്ചത് കുമ്പളം എന്നുള്ള സ്ഥലത്താണ്. അവിടുന്ന് ചേർത്തലേക്ക് 27 കിലോമീറ്റർ ഉണ്ട്. 27-28 കിലോമീറ്റർ ഉണ്ട്. എന്നിട്ട് ഞാനിപ്പോ എത്തി നിൽക്കുന്നത് ചേർത്തലയും കഴിഞ്ഞ് ഒരു 3-4 കിലോമീറ്റർ നമ്മൾ മുമ്പോട്ട് വന്നിട്ട്. ചേർത്തലേന്ന് ആലപ്പുഴയ്ക്ക് എത്ര 20 കിലോമീറ്റർ ആണെന്നുണ്ട്. ഇനി നമുക്ക് ഒരു 15 കിലോമീറ്റർ പോകാണ്ട് കേട്ടോ ആലപ്പുഴയ്ക്ക്. മഴയാണ്. ഞാൻ ഫുഡ് നല്ല വിശപ്പുണ്ട്, അതാണ് ഞാൻ ഇവിടെ സൈഡാക്കിയത്. അയ്യോ മാത്രല്ല, ഞാനിത് ബൈപ്പാസ് റോഡ് വഴിയല്ല വന്നത്, ഞാൻ വേറെ വഴിയാ വന്നത്. അതുകൊണ്ട് തന്നെ കിലോമീറ്റർ കൂടിയും തോന്നുന്നുണ്ട്. നമ്മളിപ്പോ തന്നെ ഒരു 35-37 കിലോമീറ്റർ ചവിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഫുഡ്. ഇന്നത്തെ ചപ്പാത്തിയും ചിക്കൻ കറിയും. ഇത് അവിടെ ചെറിയമ്മ തറവാട്ടിൽ നിന്ന് തന്നിട്ടാ. ഞാൻ ഇപ്പോഴാണ് കഴിയുന്നത്. നല്ല വിശപ്പുണ്ടാ. പക്ഷെ നമുക്ക് കഴിച്ചുകൊണ്ടിരുന്നപ്പില്ല. ഒരാളും കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ തട്ടട തുറന്നിട്ടില്ല, അത് വേറെ ആളുണ്ട്. എനിക്ക് ഒരു പട്ടിക്കുഞ്ഞിട്ട് ഇവിടെ വന്ന് കണ്ടതാ.
ഒന്നും കഴിച്ചിട്ടൊന്നുണ്ട്, നന്നായിട്ട് വിറക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഓരോ പീസ് അരക്ക് കൊടുത്തിട്ട് ഓരോ നമ്മളിൽ 4 ഉണ്ടായിരുന്നുള്ളൂ, 2 കഴിഞ്ഞ്. ഞാനും ഇവനും കഴിച്ചിട്ടാ. എവിടത്തെയാണത്? എന്റെ അമ്മക്ക് എവിടെയാണോ? നല്ല മഴയല്ലേ ആലപ്പുഴയാണ്. 3-4 ദിവസം നല്ല മഴയല്ലോ. തണുക്കുണ്ടാവും അതിന് പാവം. ഓക്കെ, നമ്മളെ കഴിച്ചിട്ട് വേഗം പോവാൻ നോട്ട്, സമയമില്ല. നമ്മള് പിന്നെ ചപ്പാത്തി കഴിഞ്ഞു പോയി. എനിക്കും കഴിക്കണന്നില്ല, ഇവനും കഴിക്കണന്നില്ല. അപ്പൊ 2 ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് അതിന്. എന്റെ ബിസ്ക്കറ്റ് പലതരം ബിസ്ക്കറ്റുകളുണ്ട്. 2-3 തരം ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രല്ല, ഇതിന് മുന്നേ കൊടുത്തവര്. പക്ഷെ ആൾക്ക് നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞു. മഴ ഉണ്ട് കേട്ടാ. അപ്പൊ കാലൊക്കെ ചോറിട്. ഇനി ഇവിടെന്ന് ഒരു 16 കിലോമീറ്റർ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പൊ കോട്ടയത്ത് സമയം 3:20 ഓക്കെ. പിന്നെ ഈ ആലപ്പുഴ ചെന്നിട്ട് കാണാം, കാരണം ഇവിടുന്ന് മഴയാണ്. അപ്പൊ ഞാൻ ഫോൺ ബാഗിൽ വെക്കാം. ഞാൻ ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. ഇനി നമുക്കൊരു 2-2.5 മണിക്കൂർ ചവിട്ടാൻ പറ്റും. അപ്പൊ ഞാൻ വെച്ചു എന്തായാലും പോവാ, പറ്റണമെങ്കിൽ നാളെ തന്നെ തിരുവനന്തപുരത്തുന്ന രീതിയിൽ പോവാം. 3 ദിവസം നമുക്ക് 2 ദിവസം ഷോട്ടാക്കിയിട്ട് പോവാന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അറിയില്ല. അപ്പൊ ഞാനൊരു പാലം കിട്ടിയോ, ഭയങ്കര വലിപ്പമുള്ള പാലമാണ്. എന്ത് വലിയ പാലം അറിയോ, ഞാൻ തലേന്ന് കയറിയതാണ്. അപ്പൊ ഞാനില്ലേ ഇത് കണ്ടില്ല. ഇവിടെ അതൊരു റിസോർട്ട് ഉണ്ട് കേട്ടോ, പഴയ പോലെ. നമ്മളിപ്പോ ഓൾമോസ്റ്റ് 100 കിലോമീറ്റർ മാത്രമേ തോന്നുന്നു. നമുക്ക് ചവിട്ടാൻ പറ്റാത്ത ചവിട്ടാം. ഇന്നത് 7 മണിക്ക്. അപ്പൊ നമുക്ക് നാളെ വൈകുന്നേരം തിരിഞ്ഞ് കിട്ടാൻ പറ്റും. കവർ ചെയ്യും. ഇന്ന് 7ാമത്തെ ദിവസമാണ്. പക്ഷെ ഇന്ന് 7ാമത്തെ ദിവസമാണ്. പക്ഷെ 6 ദിവസം ഞാൻ ചവിട്ടിയിട്ടുള്ളൂ. അപ്പൊ നാളെ കൂടാണെങ്കിൽ 7 ദിവസം കൊണ്ട് ചെയ്തെടുക്കും. അപ്പൊ പൊതുവായി പൈപ്പ് കേട്ടോ, കാരണം ഈ സൈക്കിൾ കൊണ്ട് ആരും 7 ദിവസം കൊണ്ട് എത്തിണ്ടാവില്ല. ഈ സൈക്കിൾ കൊണ്ട് 6 ദിവസം എത്തിയ ഒരു ചങ്ങനെ. കാലൊക്കെ ഒരുമാതിരിയായി. ഒരു മൂവ് മേടിക്കണം കേട്ടോ, കാല് വരട്ടാന്തെങ്കിലും. കാലിങ്ങനെ സ്റ്റക്ക് ആയിരിക്കട്ടെ, അരക്കുന്നില്ല. അയ്യാ. ഓക്കെ, നമുക്ക് പോവാം. ഞാൻ പറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ട്, അതായത് ആലപ്പുഴ പറവൂർ. ആലപ്പുഴയാണല്ലേ? ആലപ്പുഴ, സോറി, ഇത് പുന്നപ്ര എന്ന സ്ഥലമാണ് കേട്ടോ. പറവൂർ അപ്പുറത്തായിരുന്നു പുന്നപ്ര. ഞാൻ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയേക്കാം. നല്ല മഴ പിടിച്ചിട്ടുണ്ടാ. കുറേ നേരമായിട്ട് മഴ ഉണ്ടായിരുന്നില്ല. നല്ല മഴ പിടിച്ചിട്ടുണ്ട്. പെയ്യട്ടെ, നല്ലപോലെ പെയ്യട്ടെ. ഇപ്പൊ സമയം 5:15 കേട്ടോ. ഞാൻ 7 മണി വരെ ഓടിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് എവിടെയാണോ സ്റ്റേ ചെയ്യാൻ പറ്റുന്നത് അവിടെ കയറി സ്റ്റേ ചെയ്യാം. വേറെ വഴിയില്ല. അല്ലെങ്കിൽ വല്ല റെയിൽവേ സ്റ്റേഷൻ നോക്കാം നമുക്ക് എന്തായാലും. ഞാൻ എന്തായാലും ഇപ്പോൾ വ്ളോഗ് ചെയ്യാൻ ശരിക്കും പറ്റുന്നില്ല കേട്ടോ, വെള്ളം എടുക്കണം. പിന്നെ ഓക്കെ, എന്തായാലും നമുക്ക് ചായ കുടിക്കാം ഫസ്റ്റ്, എന്നിട്ട് ബാക്കി റെഡി. എന്നിട്ട് നോക്കാം. കുറച്ച് വെള്ളം എടുക്കുക, 2 കുപ്പിയിൽ വെള്ളം കഴിഞ്ഞിട്ടാ. എൻ്റെ കാലൊക്കെ തുടുതുടാ വെളുത്തിരിക്കുന്നത്. ഞാൻ ഇപ്പോഴാണ് ഷൂ എടുക്കുന്നത് കേട്ടോ. കുളിച്ചു. വലിയ കഥയാണ് ഗേസ്. ഞാനിപ്പോൾ ഉള്ളത് കായംകുളം റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയയിൽ ഒരു കുളിമുറിക്കുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് അവിടെ കുളിച്ചിട്ട് ഞാൻ ബാഗ് അവിടെ വെച്ചിട്ട് വന്നേക്കാണ്. ഇപ്പോൾ സൈക്കിൾ അവിടെ ഇരിക്കുകയാണ്. ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതായത് പാർക്കിങ്ങിൻ്റെ. അപ്പം നിലവിൽ ഇപ്പോൾ ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റില്ല. സ്റ്റേഷൻ അടുത്തും പറ്റില്ല. സ്റ്റേഷന് മുന്നിലൊക്കെ പോലീസ് അവിടെ അനുമതിയില്ല ഒരു, അതായത് അനുവാദമില്ല ഒരു. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അടിക്കാം എന്നുള്ളത് മാത്രമാണ്. ഇവിടെ ബസ് രാവിലെ വരും. ഇപ്പോൾ ഒരു ബസ് വന്നാൽ പോകുള്ളൂ 9 മണിക്ക്. അപ്പോൾ വെളുപ്പിന് മുതൽ ബസ് വരും. ഞാനൊക്കെ എപ്പോഴാണ് എണീക്കുന്നത് എനിക്ക് തന്നെ വല്ല പിടിപ്പില്ല. ഞാനിപ്പോൾ ഫോൺ ചാർജ് വെക്കാൻ സ്റ്റേഷനിലോട്ടകത്ത് പോകാം കേട്ടോ. ഇപ്പോൾ സമയം 9:30. ബാക്കിയൊക്കെ ഞാൻ പറയാം, വലിയ കഥയാണ്. അയ്യോ, മഴ നനഞ്ഞ ഒരു പരുവായി.
കേസ് ഇപ്പോൾ സമയം ഏകദേശം ഒരു 10-11 മണി ആയിട്ടോ. ഞാനിപ്പോൾ കിടക്കാൻ നിൽക്കുക. ഞാൻ കുറച്ച് നേരം കിടന്നു, എന്നിട്ട് ഞാൻ എണീറ്റു. ഫോൺ ചാർജ് വെക്കാണ്ടായിരുന്നു, 2 ഫോണിലും ചാർജില്ല. അപ്പോൾ ഞാൻ ആലപ്പുഴയിൽ ഒരു 4:30 മണിക്ക് എത്തി കേട്ടോ. ഒരു 90 കിലോമീറ്റർ ചവിട്ടി. അതിനുശേഷം അപ്പോൾ എനിക്കപ്പോൾ കാലിന് പെയിനില്ല. അപ്പോൾ ഞാൻ വെച്ചു കുറച്ചും കൂടെ മുന്നോട്ട് പോകാം, എന്നിട്ട് സ്റ്റേ അടിക്കാൻ വെച്ചു. ഒന്നാമത് നല്ല മഴയത്ത് ഞാൻ ചവിട്ടുന്ന കേട്ടോ, കാരണം അപ്പോൾ കിതക്കത്തില്ല. ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കാലിലൊരു ചെറിയ പെയിനുണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ പിന്നെയും ചവിട്ടി മാവേലിക്കര അല്ലെങ്കിൽ ഹരിപ്പാട് എവിടെയെങ്കിലും നിൽക്കാന്ന് വെച്ചിട്ടാണ് ചവിട്ടുന്നത്. പക്ഷേ ഞാൻ കായംകുളത്ത് എത്തി കേട്ടോ. അതായത് 45 കിലോമീറ്റർ ഞാൻ പിന്നെയും ചവിട്ടി. ടോട്ടൽ 135 ചവിട്ടിന്ന്, 135 കിലോമീറ്റർ ഇന്ന് ചവിട്ടി. കായംകുളത്ത് വന്നപ്പോൾ പെട്രോൾ പമ്പിലൊക്കെ വെള്ളം കയറിയിട്ട് ഭയങ്കരമായിട്ട് മുങ്ങിയിരിക്കുകയാണ് എല്ലാം, ഓൾമോസ്റ്റ് ഞാൻ കണ്ടതൊക്കെ. അപ്പോൾ ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വരെ അയച്ചു കായംകുളത്ത്. അങ്ങനെ NH ഒരു 3 കിലോമീറ്റർ അകത്തോട്ട് വരണം. എന്നിട്ട് ഇവിടെ എത്തി ഒരു 8 മണിക്ക് എത്തി. എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ അടുത്ത് വന്നു, ഫ്രഷായി പുറത്തുനിന്ന്. അവിടെ ഒരു ക്ലോക്ക് റൂം ഉണ്ട്, അവിടെ ബാഗ് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നോട് പൈസ ഒന്നും ചോദിച്ചില്ല അവർ, പൈസ വേണ്ടെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ സ്റ്റേഷനിൽ ചാർജ് ഉണ്ടായിരുന്നില്ല മൊബൈലിൽ, കാരണം വ്ളോഗ് എടുക്കുന്നുണ്ടോ ഒന്നാമത്. പിന്നെ എൻ്റെ മറ്റേ ഫോണിൽ ചാർജില്ല. എന്നിട്ട് ചാർജ് വെച്ചു, ഇപ്പോൾ കുറച്ച് ചാർജ് ആയി. അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ 2 ദിവസത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ വെച്ചു. ഇപ്പോൾ ഞാൻ 8 ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, അതായത് ഇന്ന് 7ാമത്തെ ദിവസമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. പക്ഷേ ഒരു ദിവസം റെസ്റ്റ് എടുത്തു. അങ്ങനെ 6 ദിവസം ഞാൻ ചവിട്ടിയിട്ടുണ്ട്. നാളെ കൂടെ ആകുമ്പോൾ 7 ദിവസം ഞാൻ ചവിട്ടി ടോട്ടൽ. അതായത് 7ാമത്തെ ദിവസമാണ് നാളെ, ഫ്രൈഡേ ആണ്. അപ്പോൾ ഇവിടുന്ന് ഇനി 105 കിലോമീറ്റർ ഉണ്ട് തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ നാളെ കംപ്ലീറ്റ് ആവുമെന്ന് വിചാരിക്കണം, എനിക്കറിയില്ല. പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ നാളെ എന്തായാലും കംപ്ലീറ്റ് ആവും. നാളെ ഞാൻ ഇവിടുന്ന് ഒരു 6 മണി 5:30 പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. നാളെ എന്തായാലും ഞാൻ ഇവിടുന്ന് ഒരു 5 മണി 6 മണിക്ക് 6 മണി വരെ ഉറങ്ങിയിട്ട് 6 മണിക്ക് എണീറ്റ് ഓടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഒരു 5 മണിക്ക് മുന്നേ തിരുവനന്തപുരം എത്താൻ പറ്റുകയാണെങ്കിൽ എനിക്ക് ട്രെയിൻ കിട്ടും. ഞാൻ ടിക്കറ്റ് നോക്കി ശരത്തനോട് ചോദിച്ചിട്ട്. അപ്പോൾ നാളെ രാത്രി ട്രെയിൻ ടിക്കറ്റ് സ്ലീപ്പർ കിട്ടാൻ ചാൻസ് ഇല്ല, ജനറൽക്കറി വേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു 5 മണിക്ക് മുന്നേ എത്തണം തിരുവനന്തപുരം. അപ്പോൾ ഞാൻ കുറച്ച് വേഗം ലേറ്റ് ആക്കണ്ട, കുറച്ചും കൂടെ വേഗം പോകാമെന്ന് വെച്ചിട്ട് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ട് ഇവിടെ കിടക്കാവുന്നേക്കാണ്. ടെൻ്റ് അടിക്കാൻ പറ്റിയില്ല ഒന്നാമത്തെ കാര്യം, കാരണം ഭയങ്കര മഴയാണ് പുറത്ത്. പിന്നെ സ്റ്റാൻഡുണ്ട് പുറത്ത്, അവിടെ വേണമെങ്കിൽ അടിക്കാം. പക്ഷെ അവിടെ ഭയങ്കര ക്ലീൻ ഇല്ലാത്തൊരവസ്ഥയാണ്. രാവിലെ മുതൽ ബസ് വരും. അപ്പോൾ ചിലപ്പോൾ ഞാൻ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ആൾക്കാർ വരും അവിടെ. അതുകൊണ്ട് ആ ചേട്ടൻ പറഞ്ഞു വേണമെങ്കിൽ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പോലീസരോട് സംസാരിച്ചു. അങ്ങനെ അവരോട് സംസാരിച്ചിട്ട് ഓക്കെ ഇവിടെ എന്നാൽ കിടക്കാം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. അവർ പറഞ്ഞു ഇവിടെ ഇരുന്നോ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചു ടെൻ്റ് അടിക്കേണ്ട, ഓക്കെ നല്ല മഴയും പുറത്ത് കാറ്റും. അപ്പോൾ പിന്നെ എന്തുകൊണ്ടും ഇതാണ് നല്ലത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ. അടുത്ത വ്ളോഗിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്തൊക്കെയാണ് സംഭവിച്ചത്. ഇത് ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് കേട്ടോ. ലാസ്റ്റ് പാട്ട് ഞാൻ നാളെ തിരുവനന്തപുരം എത്താണെങ്കിൽ നാളെ ആയിരിക്കും ലാസ്റ്റത്തെ പാട്ട് കേട്ടോ. ഓക്കെ, ഞാൻ കിടക്കാൻ പോവാണ്. മൊബൈൽ എന്തെങ്കിലും സേഫ് ആക്കിയിട്ട്, മൊബൈലും പേഴ്സും എൻ്റെ കയ്യിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാഗ് അവിടെ ഉണ്ട്, അത് കുഴപ്പമില്ല. പോയാലും മൊബൈലും പേഴ്സൊക്കെയാണ് ബേസാണ്. പിന്നെ സൈക്കിള് ലോക്ക് ചെയ്തിട്ടുണ്ട്, താക്കോൽ എൻ്റെ കയ്യിലാണ്. ഞാൻ അവിടെ വെച്ചെടുത്ത് നിന്ന് സൈക്കിൾ ജസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഒരു കാറൊക്കെ വെക്കുന്ന സ്ഥലത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരെന്തൊട്ട് മാറ്റി. ഞാനിപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ എണീപ്പിക്കേണ്ട വെച്ചാൽ ചേട്ടനെ. ഓക്കെ, ഇവിടെ ഒരു മനുഷ്യനില്ല കേട്ടോ. ഇത് കായംകുളം റെയിൽവേ സ്റ്റേഷനാണ്. 3 പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട്. 1 2 3 4 ഉണ്ട് കേട്ടോ. ഒരു മനുഷ്യ കുഞ്ഞില്ല കേട്ടോ. വണ്ടി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ട്രെയിൻ, എന്നല്ലാണ്ട് വേറെ ഒരു മനുഷ്യ കുഞ്ഞില്ല. ഈ ഏരിയയിൽ ആരുമില്ല കേട്ടോ. അവിടെ നിന്ന് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു, ഒരു ചെക്കനെ. ശ്രീനാഥ് എന്നാണ് പേര്. ആൾ തിരുവനന്തപുരമാണ്, ചേർത്തലയിൽ വർക്കിന് വന്നത് CCTVയുടെ. അപ്പോൾ അങ്ങനോട് ഒരു അരമണിക്കൂറൊക്കെ ഞാൻ സംസാരിച്ചു. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു, CCTVയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എനിക്കറിയാത്ത കാര്യങ്ങളൊക്കെ ഡൗട്ടൊക്കെ ക്ലിയർ ആക്കി. ഈ പ്ലാറ്റ്ഫോമിലുള്ളത് ഇതുപോലത്തെ 2-3 എണ്ണം ഇവന്മാരും പിന്നെ ഞാനും, ഇത്രയേ ഉള്ളൂ. ഫാനില്ല, പക്ഷെ കൊതുക് അടിക്കണില്ല. ഞാൻ ഇതിൽ പാൻ്റ് ഉണ്ടായിരുന്നു, പാൻ്റ് ഇടാൻ നോക്കിയപ്പോഴേക്കും പാൻ്റൊക്കെ നനഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ വേണ്ട വെച്ചു. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ഷോർട്സ് ഇട്ടു, എന്നിട്ടൊരു ഷർട്ടും ഇട്ട് വന്നു കേട്ടോ. അപ്പോൾ ഓക്കെ കേസ്, ഇതുവരെ ഞാൻ ഓക്കെയാണ്, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. മഴ നനഞ്ഞിട്ട് പനിയും പിടിച്ചിട്ടില്ല ഇതുവരെ, പിടിക്കാണ്ടിരിക്കട്ടെ. ഓക്കെ കേസ്, അപ്പോൾ ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര മഴയാണ്. ഒന്നാമത് മഴയാണ്, നമുക്ക് ഫോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ ബാഗിൽ
സേഫ് ആക്കിയിട്ട് ഫോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കോട്ടിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. ഞാൻ ഫുള്ള് നനഞ്ഞ് കുളിക്കും, പക്ഷേ ഇവിടെ ബാഗ് സേഫാണ്. പക്ഷേ ബാഗിൽ നിന്ന് നനഞ്ഞു, കാരണം നിർത്താതെ ഒരു 3-4 മണിക്കൂർ മഴയായിരുന്നു. എറണാകുളം ജില്ലയിലും പിന്നെ കുറേ ജില്ലയിൽ ഞാനിപ്പോൾ നാളെ പോകാൻ കൊല്ലത്തൊക്കെ ലീവാണ് തോന്നുന്നുണ്ട് കേട്ടോ, ഓറഞ്ച് അലർട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് വീട്ടിലേക്ക് പോകാനായിരിക്കണം. നമ്മൾ എത്രത്തോളം ലാഗ് അടിക്കുന്നോ അത്രത്തോളം നമുക്ക് പണി കിട്ടും. അപ്പോൾ ഓക്കെ, എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. ലാസ്റ്റത്തെ വ്ലോഗ് എന്തെങ്കിലും ബാക്കി എല്ലാ കാര്യം ഞാൻ അതിൽ പറയാം. അപ്പോൾ ഞാൻ കിടക്കാൻ പോട്ടെ ഗൈസ്, ഗുഡ് നൈറ്റ്. അപ്പം ഇനി അടുത്ത വ്ലോഗ് കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, തെറ്റാണ് കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ. എൻ്റെ മോനെ ഗീസ് ഒരു സാധനം കാണിച്ചുതരാം. അത് 2 കുട്ടാപ്പികൾ, ചെറിയ ഉണ്ടപ്പക്കറുകൾ. വാ, എന്ത് രസമാണ് അത്. ഇതേ അപ്പിടാൻ വന്നേക്കാം. ഇതിൻ്റെ അമ്മ ഇവിടെ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ നേരത്തെ കണ്ടെത്താവണോ ഇതിൻ്റെ അമ്മയെന്ന് എനിക്കറിയില്ല. കൊള്ളാട്ടാ, കുഞ്ഞു പട്ടികൾ, നല്ല രസമുണ്ട് കാണാം. പക്ഷെ നാടൻ പട്ടികളാട്ടാ, കൊള്ളാം. എന്തായാലും കഴിച്ചാവോ. ഇവിടെ ഒന്നും കടവില്ല മേടിച്ചു കൊടുക്കാൻ.